ആലപ്പുഴയിൽ തുടരെ പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയതോടെ പ്രതിസന്ധിയിലായി ജില്ലയിലെ വ്യാപാര മേഖല. കോഴി വ്യാപാരികളും ഹോട്ടൽ വ്യാപാരികളുമാണ് ഏറ്റവും കൂടുതൽ വിഷമം അനുഭവിക്കുന്നത്. വിനോദസഞ്ചാര, കാറ്ററിംഗ് മേഖലയിലും പക്ഷിപ്പനിയിൽ കടുത്ത ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. കഴിഞ്ഞ 2 മാസമായി ആലപ്പുഴ ജില്ലയുടെ വിവിധ മേഖലകളിൽ പക്ഷിപ്പനി രോഗം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ മുഹമ്മ പഞ്ചായത്ത് 9ാം വാർഡിലാണ് രോഗം സ്ഥിരീകരിച്ചത്. രോഗബാധ റിപ്പോർട്ട് ചെയ്യുന്ന പ്രദേശത്തിന്റെ 10 കിലോമീറ്റർ ചുറ്റളവിൽ കോഴി, താറാവ്, കാട തുടങ്ങിയവയുടെ മാംസം, മുട്ട എന്നിവയുടെ വിൽപ്പന നിരോധിക്കും. അടിക്കടി നിരോധനം വരുമ്പോൾ വ്യാപാര മേഖലയാണ് പ്രതിസന്ധിയിലാകുന്നത്. ഹോട്ടൽ, ബേക്കറി വ്യാപാരികൾക്കാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട്. ഇവിടെ വന്ന് കസ്റ്റമർ ചോദിക്കും, ചിക്കന്റെ വിഭവം ചോദിക്കുമ്പോൾ ഇല്ലെന്ന് പറയുമ്പോൾ കസ്റ്റമർ അങ്ങ് പോകും. പിന്നെ വളരെ കുറച്ച് കസ്റ്റമർ മാത്രമേ ഉള്ളൂ. മെയിൻറ്റെയിൻ ചെയ്യാൻ പാടാണ്. ചിക്കൻ വിഭവം ഇല്ലാതെ ഓടിച്ചുകൊണ്ട് പോലും വളരെ ബുദ്ധിമുട്ടാണ്. കഴിഞ്ഞ 12 വർഷമായി ജില്ലയിൽ പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്യുന്നു. പക്ഷിപ്പനി മൂലം കടുത്ത പ്രതിസന്ധി നേരിടുന്നത് ഇറച്ചിക്കോഴി വ്യാപാരികളാണ്. കോഴികളെ കൊന്നെടുക്കേണ്ടി വരുന്നതും വിലയിടുന്നതും മൂലം കർഷകർ വൻ നഷ്ടം നേരിടുന്നു. യഥാർത്ഥത്തിൽ താറാവ് വളർത്തലിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കർശന നിലപാടുകൾ എടുത്തുകൊണ്ട് ഈ പക്ഷിപ്പനി നിയന്ത്രിക്കുന്നതിനുമായുള്ള നടപടികൾ യഥാർത്ഥത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണ് ഉണ്ടാകേണ്ടത്. കാരണം ലക്ഷക്കണക്കിന് കർഷകരാണ് ഈ പക്ഷിപ്പനി നിരോധനം കാരണം അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് വിലയിടുകയും അതുപോലെ തന്നെ അതിനെ പ്രതികൂലമായി ബാധിക്കുകയും. ഇടയ്ക്കിടെ പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്യുന്നത് വിനോദസഞ്ചാര മേഖലയെയും ദോഷകരമായി ബാധിച്ചിട്ടുണ്ടെന്ന് ആ മേഖലയിലുള്ള വ്യവസായികൾ പറയുന്നു. റിപ്പോർട്ടർ, ആലപ്പുഴ.